പശ്ചിമ ബംഗാളിൽ മെയ് 9-ന് BJP സർക്കാർ അധികാരമേൽക്കുകയാണ്. സുവേന്ദു അധികാരിയാണ് BJPയിൽ നിന്നും പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. കാരണം 2 മണ്ഡലങ്ങളിലും അദ്ദേഹം ഗംഭീരമായ രീതിയിൽ ഒരു വിജയം നേടിയിട്ടുണ്ട്. മമതാ ബാനർജിയെ വിറപ്പിച്ച് നിർത്തിയതിൽ കൈയും കണക്കുമില്ല. കാരണം സുവേന്ദു അധികാരി എന്ന പേര് കേൾക്കുമ്പോൾ മമതയുടെ മുട്ടുകാല് തന്നെ രണ്ടും ഇടിക്കാൻ തുടങ്ങും. പക്ഷെ ബോധം കെട്ടി വീഴാത്തത് എന്തോ ഭാഗ്യം. എന്നാൽ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും മാറില്ല. ഈ മുഖ്യമന്ത്രി കസേര എനിക്ക് സ്വന്തമാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മാറില്ല എന്നാണ് പശ്ചിമ ബംഗാളിലെ ദീദിയും അതോടൊപ്പം തന്നെ ഹിറ്റ്ലർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആ മമതാ ബാനർജി പറയുന്നത്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം, അതായത് ഇങ്ങനെയൊക്കെ ഒരു സംഭവം പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാരിനും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഒക്കെ നല്ലപോലെ അറിയാവുന്നത് കൊണ്ടാകണം ആനന്ദ ബോസിനെ മാറ്റി RN രവിയെ നിയമിച്ചത്. നിലവിൽ മെയ് 7-നാണ് മമത മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ട അവസാന ദിവസം. അതിനു മുമ്പ് ഇവർ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിക്കണം. അതാണ് ഒരു കീഴ്വഴക്കം. അപ്പോൾ രാജിക്കത്ത് സമർപ്പിക്കുമ്പോൾ ഗവർണർ പറയും, അടുത്ത സർക്കാർ അധികാരം ഏൽക്കുന്നത് വരെ താങ്കൾ കാവൽ മുഖ്യമന്ത്രിയായി ഇവിടെ നിൽക്കണം എന്ന് ഗവർണർ പറയും. പക്ഷെ അതിനുള്ള ഒരു നീക്കവും ഗവർണറുടെ ഭാഗത്ത് മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് നൽകണമെന്ന് ലോക്ഭവൻ ഒരു നിർദ്ദേശമൊക്കെ നൽകിയെങ്കിലും മമതാ ബാനർജി അതൊന്നും തന്നെ കേൾക്കുന്നില്ല. എന്നാൽ താൻ സ്ഥാനം ഒഴിയില്ല എന്നും ഗവർണർക്ക് രാജി നൽകില്ല എന്നുമുള്ള പിടിവാശിയിലാണ് മമത ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ രാജി നൽകിയില്ലെങ്കിൽ മമതയെ പിടിച്ച് പുറത്താക്കാനാണ് നിയമവിദഗ്ധർ നൽകുന്ന ഉപദേശം. മിക്ക സുപ്രീം കോടതിയിലെ അടക്കം ഉന്നത പദവിയിലിരിക്കുന്ന നിയമ വിദഗ്ധർ അടക്കം ഗവർണർക്ക് നൽകുന്നത് പോലീസിനെ ഉപയോഗിക്കുക, മിലിറ്ററി ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് മമതാ ബാനർജിയെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് മാറ്റുക, എന്നിട്ട് പുതിയ സർക്കാരിന് ചുമതലയേൽക്കാനുള്ള സുവേന്ദു അധികാരിക്ക് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്ന് നിയമ വിദഗ്ധർ അടക്കം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി അടുത്തൊരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്തൊരു സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് മുൻ സർക്കാർ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു നിയമ സംവിധാനവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വകുപ്പ് ഒന്നും തന്നെ ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ല. ബാക്കി എല്ലാ പന്തുകളും ഗവർണറുടെ കോർട്ടിലേക്കാണ് പോകുന്നത്. ഗവർണർക്ക് ഒരു നിർണായകമായ ഒരു തീരുമാനമെടുക്കാം. മുഖ്യമന്ത്രി കസേരയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ പോലീസിനെ അയച്ച് മമതയെ ഒഴിവാക്കണമെന്നാണ് നിയമ വിദഗ്ധനും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ ജത് മലാനി അഭിപ്രായപ്പെടുന്നത്. ഇത്തരം അഭിപ്രായങ്ങൾ ഗവർണർ പഠിച്ചു വരികയാണ്. ഗവർണർ ഇപ്പോൾ അറ്റോർണി ജനറലിനോട് ഒരു ഉപദേശം തേടിയിട്ടുണ്ട്. ഇതിനിപ്പോൾ എന്തു ചെയ്യണം, അതായത് മമതാ ബാനർജി മുഖ്യമന്ത്രി കസേരയിൽ നിന്നും ഇറങ്ങില്ല എന്ന് പറയുന്നു. അപ്പോൾ നമുക്കിതിനെ ഒരു നിയമപരമായി എന്തൊരു നീക്കം നമുക്ക് നടത്താൻ സാധിക്കുമെന്ന് ഗവർണർ അറ്റോർണി ജനറലിനോട് ഒരു നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇതിനിടെ പ്രതിപക്ഷ പാർട്ടികൾ മമതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. ഇത് മമതയുടെ സ്വാഭാവിക പ്രതികരണമാണോ അതോ വലിയ ഒരു ഗൂഢാലോചന ഇതിന്റെ പിറകിലുണ്ടോ എന്ന് ഇനി അറിയാനുള്ളൂ. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ ഗവർണറുടെ കയ്യിലായിരിക്കും. ഗവർണർ മിക്കവാറും ചെയ്യാൻ പോകുന്നത് മമതയുടെ കാലാവധി തീരാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതായത് 9-ാം തീയതി പുതിയ സർക്കാർ BJP സർക്കാർ അധികാരമേൽക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നാളെയോടുകൂടി തന്നെ മമതയ്ക്ക് രാജിക്കത്ത് നൽകേണ്ടതുണ്ട്. അങ്ങനെ മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ നാളെ ഉച്ചവരെയെങ്കിലും ഗവർണറുടെ മുന്നിലേക്ക് മമത രാജിക്കത്ത് നൽകിയില്ല എങ്കിൽ ഗവർണർ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി ഭവനിലേക്ക് ഒരു കത്തയക്കും. അതായത് ഈ സംസ്ഥാനത്തിന്റെ ഭരണസ്ഥിതി അത്ര മോശമാണ്, പുതിയ സർക്കാരിന് അധികാരമേൽക്കാൻ ഗവർണർ സമ്മതിക്കുന്നില്ല, അപ്പോൾ രാഷ്ട്രപതി ഭരണം വരേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ മന്ത്രിസഭ എന്ന നിലയിൽ, അതായത് മമതയുടെ മന്ത്രിസഭ താഴെ വിടാനുള്ള സാധ്യത കൂടും. അതായത് അവരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഗവർണർക്ക് ഔദ്യോഗികമായി തന്നെ പുറപ്പെടുവിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രാഷ്ട്രപതി ഭരണം വരുന്നു. അവിടെ ആർമിയുടെ ഒരു നിയന്ത്രണത്തിലേക്ക്, ആർമിയുടെ ഒരു സുരക്ഷയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അപ്പോൾ രാഷ്ട്രപതി ഭരണം വരുമ്പോൾ അവിടുത്തെ മമതയുടെ പോലീസിന് ഒരു തരത്തിലുമുള്ള നിയമങ്ങൾ എടുക്കാനോ ഒരു നീക്കുപോക്കിനോ ഒന്നും സാധിക്കില്ല. രാഷ്ട്രപതി എന്ത് പറയുന്നു ആ രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് അവിടെ പട്ടാളത്തിന് ഇറക്കാം, ആർമിയെ ഇറക്കാം, അല്ലെങ്കിൽ CRPF ഇറക്കിയിട്ട് ഒരു പുതിയ സർക്കാരിന് ഔദ്യോഗികമായി ചുമതലയേൽക്കാനുള്ള എല്ലാ നീക്കങ്ങളും അവിടെ ഒരുക്കി കൊടുക്കാം. അങ്ങനെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാനും മടിയില്ലാത്ത ഒരു ആളാണ് ഗവർണർ RN രവി എന്ന് പറയുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പുള്ളിക്കാരൻ രണ്ടാമത് ചിന്തിക്കാറില്ല. കാരണം 1976-ലെ IPS ബാച്ചിൽ ഉണ്ടായിരുന്ന രവി പിന്നീട് കേന്ദ്ര അന്വേഷണ വകുപ്പിലും പിന്നീട് നാഷണൽ സെക്യൂരിറ്റിയിലും അടക്കം ജോലി ചെയ്തതിന് ശേഷമാണ് ഗവർണർ ആകുന്നത്. കൂടാതെ അജിത് ഡോവലിന്റെ ലെഫ്റ്റ് ഹാൻഡഡ് കൂടെയാണ് RN രവി. തമിഴ്നാട്ടിൽ ഇദ്ദേഹം ഗവർണർ ആയിരുന്നപ്പോൾ DMK സർക്കാരിനെയും സ്റ്റാലിന്റെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ ശക്തമായ നിലപാട് എടുത്ത വാർത്തകളിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ് RN രവി എന്ന് പറയുന്നത്. ഭരണഘടനയിൽ പറയുന്നത് പ്രകാരം ഗവർണർ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ രാഷ്ട്രപതിക്ക് കത്ത് നൽകാൻ
ആ രീതിയിലേക്ക് കത്ത് നൽകാം. അതുവഴി മന്ത്രിസഭ തന്നെ പിരിച്ചുവിടാനും സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മമതയ്ക്ക് RN രവി ആരാണെന്ന് വ്യക്തമായി അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഗവർണറോട് പറയുന്നത് ഞാൻ മാറില്ല എന്ന് പറയുന്നത്. അത് സ്റ്റാലിനോട് വിളിച്ച് ചോദിച്ചാൽ തന്നെ, സ്വന്തം സഹോദരൻ എന്ന നിലയിലൊക്കെ നിങ്ങൾ പറയുന്ന സ്റ്റാലിനോട് വിളിച്ച് ചോദിച്ചാൽ സ്റ്റാലിൻ പറഞ്ഞു തരും RN രവി ആരാണെന്ന്. കാരണം സ്റ്റാലിനെ ഇട്ട് വട്ടുകളിപ്പിച്ചാൽ മാത്രമല്ല, സ്റ്റാലിൻ ഗവർണറെ ഒന്ന് ചൊറിയാൻ ചെന്നപ്പോൾ സ്റ്റാലിൻ്റെ നെഞ്ചുകൂട് വരെ വലിച്ചു കീറി വിട്ട ആളാണ് RN രവി എന്ന് പറയുന്നത്. ഉടായ്പ പരിപാടി ശ്രമിച്ച സ്റ്റാലിനെ വരെ കണ്ടം വഴി ഓടിച്ച ഒരു വ്യക്തിയാണ് RN രവി എന്ന് പറയുന്നത്. കാരണം RN രവിയുടെ മുന്നിൽ സ്റ്റാലിനിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട്. അത് ചില്ലറയ്ക്കൊന്നുമല്ല വെള്ളം കുടിച്ചത്. അതുകൊണ്ട് തന്നെ സ്റ്റാലിനെ വിളിച്ചൊന്ന് മമത ചോദിച്ചാൽ അറിയാം RN രവിയുടെ ഒരു യഥാർത്ഥ മുഖമുണ്ട്. അത് പശ്ചിമ ബംഗാളിൽ എടുക്കാത്തത്, മമതയുടെ മുന്നിൽ എടുക്കാത്തത് മമതയുടെ വനിതാ മുഖ്യമന്ത്രി ആയതുകൊണ്ടുള്ളൊരു ബഹുമാനമാണ് RN രവി തരുന്നത്. ആ രീതിയിലേക്ക് കടുത്ത നടപടികളിലേക്ക് RN രവിയെ കൊണ്ട് എത്തിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ.